വാർത്തയുടെ നിറവും വിനോദത്തിന്റെ നാദവും ഒത്തുചേർന്ന താളം. ബ്ലെൻഡ് ലൈൻ മീഡിയ മലയാളം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇന്നത്തെ ബസ് സമരം മാറ്റിവെച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസുകൾ ഇന്നു മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീ ഈടാക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചതെന്ന് ബസുടമകൾ പറഞ്ഞു. ബ്ലെൻഡ് ലൈൻ വാർത്തകൾ. ഇന്ന് ഉദ്ഘാടനം. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 2.5 കോടി രൂപ ചിലവിൽ 8500 ചതുശ്ര അടിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശസ്വയം ഭരണ വകുപ്പ് മന്ത്രി എം. വി. രാജേഷ് നാടിന് സമർപ്പിക്കും. കല്ലൂർ മഹല്ല് കുടുംബ സംഗമം ഇന്ന്. മഹല്ല് കുടുംബ സംഗമം ഇന്ന് ആഗസ്റ്റ് 2 ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ വടക്കേകാട് കല്ലൂരിൽ നടക്കും. ഖത്തർ കല്ലൂർ മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കല്ലൂർ മഹല്ല് കുടുംബ സംഗമം രാവിലെ 9-ന് ആരംഭിച്ചു വൈകുന്നേരം 4-ന് സമാപിക്കും. കല്ലൂർ ജുമാ മസ്ജിദിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സംഗമം. വിവിധ സെഷനുകളിലൂടെ സംഗമം മുന്നോട്ടു പോകും. മഹല്ല് ശാക്തീകരണം എന്നതാണു പ്രധാന ലക്ഷ്യം. ബ്ലെൻഡ് ലൈൻ മീഡിയ. നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. തൃശൂർ നടൻ കലാഭവൻ നവാസ് 51 അന്തരിച്ചു. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂം ബോയ് ആണ് കണ്ടത്. ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ്. നടി രഹനയാണ് ഭാര്യ.